എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: വ്യാഘ്രേവതിഷ്ഠതി ജരാ പരിതർജയന്തി രോഗശ്ച ശത്രവൈവ പ്രഹരന്തി ദേഹം ആയുപരിസ്രവതി ഛിന്നഘടാദിവാംഭ ലോകസ്തഥാപ്യഹിതം ആചരതീരസത്യം. ജരാനരകൾ പുലിയെ പോലെയാണ് എന്നാണ് പറയുക. അതെപ്പോഴും ശരീരത്തിൽ ഗർജിക്കുന്നു. രോഗങ്ങൾ ശത്രുക്കളെപ്പോലെ ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. പൊട്ടിയ കുടത്തിൽ നിന്ന് വെള്ളം ചോർന്നത് പോകുന്നത് പോലെ ആയുസ് നഷ്ടപ്പെടുന്നു. എന്നിട്ടും ലോകർ അഹിതമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു ലോക സ്വഭാവമാണ്. ഇവിടെ വ്യാഘ്രി എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെൺപുലി എന്നാണ്. പെൺപുലി ഉറക്കെ ഗർജിക്കും, അതുപോലെ തന്നെ ശൗര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്രയും തീവ്രമായിട്ട് രോഗം മനുഷ്യനെ തളർത്തിക്കൊണ്ടേയിരിക്കുന്നു. ശരീരത്തിൽ അനാരോഗ്യം പരാക്രമം കാട്ടുന്നു. രോഗങ്ങളൊക്കെ ശത്രു എന്ന പോലെ തന്നെ വന്നു ചേരുക, നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു പൊട്ടിയ കുടത്തിൽ നിന്ന് എപ്രകാരമാണോ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത്, അതുപോലെ ആയുസ് ഓരോ നിമിഷവും ഓരോ ദിവസവും പോയിക്കൊണ്ടേയിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ജനങ്ങൾ അഹിതം ആചരതി എന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് ഹിതമല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന എത്രയെത്ര ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോഴും കാണാൻ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ TV പോലെയുള്ള മാധ്യമങ്ങളിൽ കൂടി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ മരിച്ചു പോകുന്ന ഒരു ദേഹമാണ്. ജീവിച്ചിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ബോധം രാഷ്ട്രീയ പാർട്ടിക്കാരിൽ പോലും കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. ജ്ഞാനപ്പാലയിൽ പൂന്താനം പറഞ്ഞ പോലെ എണ്ണി എണ്ണി കുറയുന്നിതായസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഏറെ മാറ്റി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ശ്ലോകമാണിത്. വ്യാഘ്രീവതിഷ്ഠതി ജരാപരിതർജയന്തി രോഗശ്ച ശത്രൈവ പ്രഹരന്തി ദേഹം ആയുപരിസ്രവതി ഛിന്നഘടാദിവാംഭ ലോകസ്തഥാപ്യഹിതമാചരതി ഇത് സത്യം.